ഇത്ര ശതമാനം ലാഭത്തിനെ വിൽക്കാവൂ എന്ന് പറയുന്നു. സത്യത്തിൽ അങ്ങനെയില്ല. കച്ചവടക്കാർക്ക് അവർക്ക് സൗകര്യമുള്ള ലാഭത്തിൽ വിൽക്കാനൊരു സ്വാതന്ത്ര്യമുണ്ട്. പാടില്ലാത്തത് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ അവശ്യ സാധനം, അരി, ഗോതമ്പ്, ജനങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന സാധനങ്ങൾ കിട്ടാതെ വരികയും അത് പൂഴ്ത്തിവെപ്പ് അല്ലെങ്കിൽ കൊള്ളലാഭത്തിന് വിൽക്കുകയും ചെയ്യുന്നത് ഇഹ്തികാർ, അത് ചെയ്യാൻ പാടില്ല, അത് ഹറാമാണ്. ജനങ്ങളുടെ അത്യാവശ്യമുള്ള സാധനങ്ങൾ അതൊരിക്കലും വില കൂടി വിൽക്കരുത്, പ്രത്യേകിച്ച് അതിന്റെ ലഭ്യത കുറയുന്ന സമയത്ത്. അല്ലാത്ത സാധനം 10 രൂപേണ്ടത് ഒരാൾ ഇവിടെ 100 രൂപയ്ക്ക് വിൽക്കുന്നു, ഒരാൾ ആ 10 തന്നെ 20-ന് വിൽക്കുന്നു, വേറെ ഒരാൾ 11-ന് വിൽക്കുന്നു, വേറൊരാൾ 500-ന് വിൽക്കുന്നു. കസ്റ്റമറുടെ സ്വാതന്ത്ര്യമാണ്. വേണമെങ്കിൽ ഈ അടുത്ത് വാങ്ങിക്കാം, അല്ലെങ്കിൽ അവിടെ പോയിട്ട് വാങ്ങിക്കാം. പക്ഷെ ഇത്രയേ ലാഭം എന്ന് ലാഭത്തിനൊരു നിയന്ത്രണം ശറഇലില്ല. ഇത്രയേ ലാഭം വാങ്ങിക്കാവൂ, അങ്ങനെയല്ല. കച്ചവടക്കാർക്ക് ലാഭം, അവർക്ക് ഇഷ്ടമുള്ള ലാഭത്തിന് വിൽക്കാം. കസ്റ്റമർ എന്ത് ചെയ്യണം? അവർക്ക് ബുദ്ധി വേണം. ഞാൻ ഇവിടുന്ന് വാങ്ങണോ, അവിടെ പോയിട്ട് ഒന്ന് അന്വേഷിക്കണോ, ഇവിടെ പോയിട്ട് വാങ്ങണോ? അവശ്യ സാധനങ്ങൾക്ക് ലഭ്യതയില്ലാതെ വരുമ്പോ വില കൂട്ടാൻ പാടില്ല. അതാണ് പ്രശ്നം.